തൃശ്ശൂർ നഗരത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയണത് അത് തന്നെയാണ്. ഒരു വലിയ മണ്ടത്തരാണ് തൃശ്ശൂരിന് പറ്റിയത് എന്നാണ്. നമ്മളൊരു 10 ആളോട് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്താ വെച്ചാൽ അയാൾക്ക് എതിരെ ഏറ്റവും കൂടുതൽ തെറി പറയുന്നവനാണ് അയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് തൃശ്ശൂർ ജനത മാറിക്കഴിഞ്ഞു. അദ്ദേഹം മുമ്പ് നടത്തിയിരുന്ന ടെലിവിഷൻ ചാനലിലെ ഒരു അഭിനയ പ്രകടനങ്ങൾ കണ്ടിട്ടൊക്കെ വിശ്വസിച്ചിട്ട് എല്ലാവരും ഒരുപാട് പേര് ഇപ്പൊ പറഞ്ഞിരുന്ന സാധനമാണ് സുരേഷ് ഏട്ടൻ പാവാടാ, സുരേഷ് ഏട്ടന് രാഷ്ട്രീയമില്ല, സുരേഷ് ഏട്ടൻ സംഖ്യയല്ല, സുരേഷ് ഏട്ടൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അതിൽ ചെയ്തിരുന്നു. അതേ ആളുകളോട് ഇപ്പൊ ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞിരുന്നതിനേക്കാൾ വലിയ മോശം അല്ലെങ്കിൽ തെറി പറയുന്ന രീതിയിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിന് ഒരു വർഷത്തിനുള്ളിലെ അയാളുടെ പ്രവർത്തനത്തിന് പറ്റിയിട്ടുണ്ട്. കാരണം അത്രമാത്രം വിഷം തുപ്പുക, അത്രമാത്രം വിവരക്കേട് പറയാ. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർക്കാർക്ക് പറ്റിയൊരു തെറ്റ് ഉടൻ തിരുത്തുമെന്നാണ് വഖഫ് ചർച്ചയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞത്. തൃശ്ശൂരുള്ള അരവിന്ദ് പള്ളിയിലോടാണ് സംസാരിക്കുന്നത് ഞാൻ. നമുക്ക് അരവിന്ദിനോട് ചോദിക്കാം. അരവിന്ദ്, സ്വാഗതം. എന്ത് പറയുന്നു അരവിന്ദ്, ഈ പ്രദേശത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ? നമുക്ക് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു വിഷുവിനോട് ചേർന്നിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ തൃശ്ശൂരുകാർക്ക് മാത്രല്ല, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കുടുംബ പാവങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടു അമ്മമാർക്കും എല്ലാവർക്കും വലിയൊരു വിഷു സമ്മാനം സുരേഷ് ഗോപി വക നരേന്ദ്രമോദി വക നമുക്ക് എല്ലാം നൽകിയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് ഇപ്പൊ ഒരു 50 രൂപ ഇപ്പൊ അവർ കൂട്ടിയിരിക്കുകയാണ്. സമ്മാനം എന്ന് വെച്ചപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചു കേട്ടോ. അപ്പൊ അത് മാത്രല്ല, ഏറ്റവും കൂടുതൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ സമയത്തൊക്കെ കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞിരുന്നത് പെട്രോളിനും ഡീസലിനും ഒക്കെ 50 രൂപയ്ക്ക് തരും എന്ന് പറഞ്ഞാൽ അതേ പെട്രോളിനും ഡീസലിനും ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരു 2 രൂപ കൂടി. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൂഡ് ഓയിലിന്റെ വില ബാക്കി എല്ലാവർക്കും കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നൽകും എന്ന് വിചാരിച്ച സമയത്താണ് അപ്പൊ അതിന്റെ ഒരു 2 രൂപ പെട്രോളിനും ഡീസലിനും ഒക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു സമയം. അപ്പൊ അങ്ങനെ തന്നെ സുരേഷ് ഗോപി ഇപ്പൊ തൃശ്ശൂരുകാരെ മാത്രല്ല, നമ്മൾ ആദ്യം വിചാരിച്ച തൃശ്ശൂരുകാരെ മാത്രം സ്നേഹിക്കുള്ളൂ എന്നാണ്. ഇപ്പൊ എല്ലാവരെയും നല്ല പോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഇപ്പൊ ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയൊക്കെ സംബന്ധിച്ചിട്ട്. പത്രക്കാരന്റെ കൺമുമ്പിൽ പോലും പെടാൻ പാടില്ല എന്നുള്ളൊരു ഉത്തരവ്, ഒരു തമ്പുരാൻ ഉത്തരവാണ് ഇറക്കിയത്. താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിരുന്നു. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഇല്ല, അത് ഈ നാട്ടിലിപ്പോ സാധാരണക്കാരായിട്ട് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കപ്പെട്ട് വോട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ നമ്മളിപ്പോ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ചർച്ചകളിൽ വന്നൊരു കാര്യം നമ്മൾ എഴുതിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ആ കബളിപ്പിക്കപ്പെട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സാധാരണക്കാർ തൃശ്ശൂർ ജില്ലയ്ക്കകത്തുണ്ട്. അവരെല്ലാമാണ് ഇന്ന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അയാളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ഒരു മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചിട്ട് എങ്ങനെ ആവരുതൊരു മനുഷ്യൻ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ആള് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രല്ല, ആള് മനസ്സിലാക്കേണ്ടത് ഈ മനുഷ്യനെ ജാതിയും മതവും പറഞ്ഞ് വേർതിരിച്ച് ഭിന്നിപ്പിച്ച് ഈ നാടിന്റെ ഒരു മതനിരപേക്ഷത നശിപ്പിക്കുന്ന ഒരു കൊടിയ വിഷമായിട്ടാണ് ഇപ്പൊ ആള് മാറിയിരിക്കുന്നത്. അതിൽ തൃശ്ശൂരുകാർക്ക് ഏറ്റവും വിഷമം എന്ന് പറയുന്നത് ഈ ഒരു വിഷത്തെ പാർലമെന്റിലേക്ക് അയക്കുന്നതിൽ ഒരു പറയുന്ന രീതിയിലേക്ക് തൃശ്ശൂരിന് ഒരു ഭാഗമായി പോകേണ്ടി വന്നല്ലോ എന്നുള്ള ഒരു വിഷമത്തിലാണ്. ഒരു തെറ്റ് പറ്റി എന്നാണ് തൃശ്ശൂർക്കാർക്ക് ഒരു തെറ്റ് പറ്റി എന്നുള്ളതാണ്. ഒന്നുകൂടെ ചോദിക്കാനുള്ളത്, താങ്കളുടെ പോസ്റ്റിൽ താങ്കൾക്ക് ബന്ധമുള്ള കുറച്ചു പേരുടെ ഒരു അഭിപ്രായങ്ങൾ കൂടെ പറഞ്ഞിരുന്നു. അവരോട് പറഞ്ഞതും അവരിപ്പോ താങ്കളോട് പറഞ്ഞു, അതൊന്നും എന്റെ പ്രേക്ഷകരോട് വ്യക്തമാക്കാമോ? ഇല്ല, അതിപ്പോ നമ്മളിപ്പോ തൃശ്ശൂര് ഇപ്പൊ നമ്മള് അരിയങ്ങാടിയിലോ അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ മീൻ മാർക്കറ്റിലോ അല്ലെങ്കിൽ തൃശ്ശൂർ പച്ചക്കറി മാർക്കറ്റിലോ അങ്ങനെ തൃശ്ശൂരിന്റെ നഗരപ്രദേശത്ത് എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഇന്ന് പൊതുവായിട്ട് ഉയർന്നു വരുന്ന ചില അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ വളരെ സിമ്പിളായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഈ ഇലക്ഷൻ കാലത്ത് അവര് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ വെച്ചിട്ട് ഇപ്പൊ മെട്രോ തൃശ്ശൂരിലേക്ക് എത്തിക്കും, എയിംസ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ വെച്ചിട്ടും അദ്ദേഹം മുമ്പ് നടത്തിയിരുന്ന ടെലിവിഷൻ ചാനലിലെ ഒരു അഭിനയ പ്രകടനങ്ങൾ കണ്ടിട്ടൊക്കെ വിശ്വസിച്ചിട്ട് എല്ലാവരും ഒരുപാട് പേര് ഇപ്പൊ പറഞ്ഞിരുന്ന സാധനമാണ് സുരേഷ് ഏട്ടൻ പാവാടാ, സുരേഷ് ഏട്ടന് രാഷ്ട്രീയമില്ല, സുരേഷ് ഏട്ടൻ സംഖ്യയല്ല, സുരേഷ് ഏട്ടൻ അങ്ങനെ ഒരു വ്യക്തിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ അതിൽ ചെയ്തിരുന്നു. അതേ ആളുകളോട് ഇപ്പൊ ചോദിക്കുമ്പോ നമ്മൾ പറഞ്ഞിരുന്നതിനേക്കാൾ വലിയ മോശം അല്ലെങ്കിൽ തെറി പറയുന്ന രീതിയിലേക്ക് മാറ്റാൻ അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടത്തിന് ഒരു വർഷത്തിനുള്ളിലെ അയാളുടെ പ്രവർത്തനത്തിന് പറ്റിയിട്ടുണ്ട്. കാരണം
അത്രമാത്രം വിഷം തുപ്പുക, അത്രമാത്രം വിവരക്കേട് പറയാ, അത്രമാത്രം ഒരു ബന്ധമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വരുന്ന ഒരു പാവപ്പെട്ടവനോട് അത് പോയി ഗോവിന്ദനോട് ചോദിച്ചോ, അത് പോയി പിണറായിയോട് ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ടവനെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇടപെടലാണ് സുരേഷ് ഗോപി ചെയ്തു. അപ്പൊ അരവിന്ദ് അവിടെ നിൽക്കട്ടെ. വികസന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ഒന്നും നടത്തിയിട്ടില്ല. അത് പ്രത്യക്ഷമായിട്ട് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം പോലും ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ വയനാട്ടിലുള്ള ദുരിതബാധിതർക്ക് ഒരു സഹായം എത്തിക്കാൻ ഒരു ശ്രമവും നടത്തിയില്ല. അത് മാത്രമല്ല, ജനങ്ങളുടെ മുകളിൽ കുതിര കയറുന്നു, അല്ലെങ്കിൽ അഹംഭാവത്തോടെ പെരുമാറുന്നു. ആ രീതിയിലേക്ക് അത്രയും വെറുക്കപ്പെട്ടവനായി കഴിഞ്ഞിരിക്കുന്നു. അതിനെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വയനാടായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വയനാടിന് സഹായം ചെയ്യാതിരിക്കുന്നതിൽ തെറ്റുപറ്റിയെന്നല്ല പറയണ. അതൊക്കെ ഞങ്ങൾക്ക് തോന്നുമ്പോ ചെയ്യും, അതൊക്കെ കണക്കനുസരിച്ച് കിട്ടുമ്പോ കിട്ടും. അപ്പൊ ഒരു അഹങ്കാര സ്വഭാവം, അയാൾ ആരോ മാടമ്പിയും തമ്പ്രാനും ഒക്കെ ആണെന്നും ഈ നാട്ടിലെ സാധാരണക്കാരൻ അയാൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ നാട്ടിലെ മനുഷ്യര് എന്തോ അയാളെ കീഴില് പണിയെടുക്കേണ്ട എന്തോ അടിമയാണെന്നുള്ള ഒരു മനോഭാവം ആൾക്കുണ്ട്. അത് ഇന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലായി. അതിപ്പോ ഞാനൊരാള് പറയണ്ട, നമ്മളൊരു 10 ആളോട് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്താ വെച്ചാൽ, അയാൾക്ക് എതിരെ ഏറ്റവും കൂടുതൽ തെറി പറയുന്നവനാണ് അയാളെ വിശ്വസിച്ച് വോട്ട് ചെയ്ത മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് തൃശ്ശൂർ ജനത മാറിക്കഴിഞ്ഞു. അതിന്റെ വളരെ ലളിതമായിട്ട് അത് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ തൃശ്ശൂർ നഗരത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയണത് അത് തന്നെയാണ്, ഒരു വലിയ മണ്ടത്തരാണ് തൃശ്ശൂരിന് പറ്റിയത് എന്നാണ്. ചരിത്രപരമായ ഒരു മണ്ടത്തരമായിരുന്നു, ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മണ്ടത്തരം തന്നെയായിരുന്നു. ഇപ്പം തൃശ്ശൂര് ലൂർദ് പള്ളിയില് മാതാവിന് കിരീടം സമ്മാനിച്ച് സുരേഷ് ഗോപി ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതൊന്നും നീ ചോദിക്കാനുള്ള, അതൊക്കെ ചോദിക്കാനുള്ള ഹൂ അറിയൂ എന്നാണ് ചോദിച്ചത്. ജബൽപൂരിലെ ചോദ്യത്തിന് എന്തുകൊണ്ട് ഇത്രയധികം അദ്ദേഹം അസ്വസ്ഥനാകുന്നു? ഇത് വളരെ നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കേരളം അല്ലെങ്കിൽ കൂടുതൽ തൃശ്ശൂർ എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മതനിരപേക്ഷ ഒരു നാടാണ്. നമ്മളെല്ലാ ആഘോഷങ്ങളും പൂരങ്ങളും പള്ളിപ്പെരുന്നാളുകളും എല്ലാം ഒരുമിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വന്നിട്ട് ഒരു BJP സ്ഥാനാർത്ഥി വരുന്നു, പള്ളിയില് അവിടെ ലൂർദ് പള്ളിയിൽ പോകുന്നു, അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തെറ്റിദ്ധരിക്കും, ഓ മനുഷ്യൻ എന്തോ വന്നു കഴിഞ്ഞാൽ വലിയൊരു കുറച്ചും കൂടി മതനിരപേക്ഷ കാഴ്ചപ്പാടിന് ഗുണം കിട്ടും എന്ന് വിശ്വസിച്ചിട്ടാണ് ഈ പറയുന്ന കൂട്ടർക്ക് വോട്ട് ചെയ്തത്. പക്ഷെ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രതികരണങ്ങൾ, അതിപ്പോ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ക്രൈസ്തവർക്കെതിരെ ആയിക്കോട്ടെ, മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ജബൽപൂരിൽ തന്നെ ഉണ്ടായി. അതെ. അപ്പൊ അത്തരത്തിലുള്ള ഓരോ സ്ഥലത്തും നടക്കുന്ന വേട്ടയാടലുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ വിഷമായിട്ടുള്ള ആ സംഖ്യ പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. അത് കുറച്ചും കൂടി നാട്ടുകാർക്ക് ഒരിക്കലും എന്തുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് ആരെ ജയിപ്പിച്ചാലും ഒരു സംഖ്യയെ ജയിപ്പിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ ഒരു ഗുണമായി എന്ന് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതന്നെയാണ് പൊതുവെ ഇപ്പൊ നാട്ടിലുള്ള വർത്തമാനം. ഇപ്പം അടുത്ത തൃശ്ശൂർ പൂരം വരാണ്. ആ ചോദ്യം ചോദിക്കാതെങ്കിലല്ല, ഒരു തൃശ്ശൂർ പൂരത്തിന് ലോകത്തിനും മുമ്പിൽ ഒരു വലിയൊരു കറയുണ്ടാക്കിയുള്ള മനുഷ്യൻ ഇപ്പൊ പൂരത്തിനെ കുറിച്ചൊന്നും മിണ്ടുന്ന കാണുന്നില്ല. എന്ത് പറയുന്നതിനെ കുറിച്ച്? തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ എന്താ, തൃശ്ശൂരുകാരുടെ ഒരു ആഘോഷമായിട്ടാണ്. എന്ന് ഈ പറയുന്ന സംഘപരിവാർ ശക്തികൾ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചോ, അന്ന് തൊട്ടിട്ടാണ് തൃശ്ശൂർ പൂരത്തിൽ വിഷയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. കഴിഞ്ഞ തൃശ്ശൂർ പൂരം പോലും നമുക്ക് അതിന് ഉദാഹരണമാണ്. അയാൾ എത്രമാത്രം നുണയാണ് തൃശ്ശൂരുകാരോട് പറഞ്ഞത്. ആംബുലൻസിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പുള്ളി ഈ കണ്ട നാട്ടുകാരെല്ലാം കണ്ടു ഇത് ആംബുലൻസിലാണ് വന്നിറങ്ങിയത്. എന്നിട്ട് ആൾ ഒരു അഭിമാനപൂർവ്വം ആള് പറയണത് ഞാൻ ആംബുലൻസിലല്ല വന്നിറങ്ങിയത്. അത് കഴിഞ്ഞ് അത് ചോദ്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എന്താണ്, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ CBIനെ കൊണ്ടുവരാനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കേസ് എന്താ വെച്ചാൽ, ആളിപ്പോഴും സിനിമയിൽ നിന്ന് താഴത്തേക്ക് ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. അയാൾക്ക് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ തന്നെയാണ് ആളെ സംബന്ധിച്ച് ഏറ്റവും ശരി. ആൾക്കൊരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ സഹായം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. സിനിമയിൽ വേണം, രാഷ്ട്രീയത്തിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ വേണം. ജോൺ ബ്രിട്ടാസ് കൃത്യമായിട്ടാണ് വിലയിരുത്തിയത്, വളരെ കൃത്യമായിട്ടാണ്. അതിപ്പോ തൃശ്ശൂർ ഇപ്പൊ എവിടെ വന്നാലും തൃശ്ശൂരുകാരുടെ അഭിപ്രായം തൃശ്ശൂരുകാർക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു, മനസ്സില് ആ അക്കൗണ്ട് പൂട്ടിക്കഴിഞ്ഞു. അല്ല, അത് പറഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഒരുപാട് മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് അന്നേ പറഞ്ഞതാണ് എന്ത്, ഇയാളൊരു കൊടിയ വിഷാണെന്ന്. ഇന്ന് നമ്മൾ പറഞ്ഞപ്പോ നമ്മളെ എതിർത്തുന്നവർ കൂടി നമ്മുടെ ഒപ്പം നിന്ന് പറഞ്ഞു ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്, നിങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത്. അത്രേ ഉള്ളൂ. തിരക്കിനിടയിലും അരവിന്ദ് എന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ച് ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.